ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ പാർട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഓഫീസിൽ ആനുവൽ പാർട്ടി നടക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ എത്തി ഒരു റിഫ്രഷ്മെൻറ്റ്സ് എന്നുള്ള രീതിയിൽ ഒരു സ്നാക്സ് ബോക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കണ്ടു ഞങ്ങളിത് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷം നമ്മളെല്ലാവരും കൂടി ഒന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ടാലൻറ്റ് തെളിയിക്കുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു സ്റ്റേജ്. അപ്പോൾ എല്ലാ ടീമിൽ നിന്നും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ വാസ് റോക്കിംഗ് ദ സ്റ്റേജ്. ആൻഡ് എന്താ പറയുക, മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു, നമ്മുടെ ടീമിൻ്റെ തന്നെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു, മോണോ ആക്ട് ഉണ്ടായിരുന്നു, ദെൻ ലക്കി ഡ്രോ, പിന്നെ അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്പോർട്സിൻ്റെ അവാർഡ് സെറമണിയും, അതുപോലെ തന്നെ സെല്ലിലോട്ട് ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ, നമ്മുടെ ഫിലിം കോമ്പറ്റീഷൻ്റെ അവാർഡ് സെറമണി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടോ. ഒപ്പം തന്നെ ഫേസ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടീം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്ന് മാറ്റിപ്പിടിച്ച് കയ്യിലാക്കിയത് ഹാൻഡിൽ ചെയ്തു, വിച്ച് വാസ് അമേസിങ്. ആൻഡ് എന്താ പറയില്ലേ, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ വാസ് വെരി വെരി ടാലൻറ്റഡ്. ആൻഡ് ഓരോരുത്തരുടേതായ കഴിവുകളാണ് ഈ സ്റ്റേജിൽ കാണിച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ തോന്നില്ല. ഇതൊരു കേരള ട്രഡീഷൻ ഡാൻസ് ആയിരുന്നു, വിച്ച് വാസ് എക്സ്ട്രാ ഓർഡിനറി അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം കൊറിയോ കാര്യത്തിലാണെങ്കിൽ വെൽ പ്ലാൻഡ്, വെൽ കോർഡിനേറ്റഡ്, ആൻഡ് എല്ലാവരും നല്ല ടൈംലി ആയിരുന്നു. അവരുടെ എല്ലാ മൂവ്സും നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ടും ഈ ഡാൻസൊക്കെ നമ്മളിങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഫുൾ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഓരോ ടീമിൻ്റെ. ഞാൻ കുറേ ഇതിൽ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കുറച്ച് ബിസി ആയിപ്പോയി. അങ്ങനെ എൻ്റെ ടീമിൽ നിന്ന് തന്നെ രണ്ടുപേര് ഡാൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഒന്ന് ഡാൻസ് നന്നായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത്. നമ്മുടെ മെയിനായിട്ട് ക്രൗഡ് സപ്പോർട്ടാണ്. ഇപ്രാവശ്യം പാർട്ടിസിപ്പേഷൻ കൊടുക്കാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും അവിടെ വന്നിട്ട് ഫുൾ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അങ്ങനെ നമ്മുടെ കൾച്ചർ ഇവൻറ്റ്സ് ഒക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമായി. ഫുഡിൻ്റെ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷൻ, എന്തെടുക്കണം എന്ത് കഴിക്കണം എന്നെ നമുക്ക് അറിയില്ലായിരുന്നു. കാരണം അത്രയും വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടായി, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ഫുൾ പവർ പാക്കായിട്ട് നിൽക്കുന്നത് എന്തിനായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ സാധനം സ്റ്റാർട്ട് ചെയ്തു മക്കളെ, ദാറ്റ് ഈസ് ദ DJ. ആ ഒരു DJയിൽ എന്താ എനിക്ക് സംഭവിച്ചത് എനിക്കറിയില്ല. ഫുൾ പവർ, ഫുൾ ഓൺ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ഒരു കിടപ്പായിരുന്നു, പിന്നെ ഒരു ബോധമേ ഉണ്ടായി.